ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഓണം സ്പെഷ്യലായിട്ടുള്ള പട്ടുപാവാടേൻ്റെ സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. നോർമൽ സ്കേർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ഒരു വീതിയുള്ള ആ ഒരു ബോർഡറും കൂടി വന്നിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഒരു 5.5 മീറ്റർ ഉള്ളൊരു സാരിയാണ്. അപ്പോൾ ആ സാരി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ അവളുടെ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. 1.5 ഇഞ്ചിലുള്ള ഒരു ബാൻഡാണ് നമ്മളിതിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 39.5 ഇഞ്ചാണ് നമ്മളിതിന് എടുത്തിട്ടുള്ളത്. നമുക്ക് സീം അലവൻസായിട്ട് പട്ട വെച്ച് മറിക്കുമ്പോൾ കുറഞ്ഞു പോകുന്നതും കൂടിയിട്ട് നമ്മൾ 39.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മുകൾ ഭാഗത്തുള്ള ആ പട്ട വെട്ടി മാറ്റി ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു വീതിയുള്ള കസവ് അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് നോർമലി നമ്മൾ ഇവിടെ ആളുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ ആ 26 ഇഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്ലീറ്റ്സ് മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു മൊത്തത്തിൽ ഒരു 3.5 മീറ്ററാണ് ഈ ഒരു സ്കേർട്ട് ചെയ്യാനായിട്ട് ഈ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സൈഡ് മൊത്തം മറ്റേ സൈഡ് മൊത്തം പ്ലീറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഈ സാരിയുടെ മുന്താണിയുടെ സൈഡായതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ആകെ ഒരു പ്ലീറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ടായിട്ട്, അതായത് നമ്മുടെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ഈ ഒരു ബോർഡർ, ഈ ഒരു വീതിയുള്ള കസവ് വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ബാക്ക് കംപ്ലീറ്റ് ചുറ്റി വന്നിട്ട് വൺ സൈഡിലായിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഹുക്കും ലൂപ്പും വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെഷർമെൻ്റ് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ബാലൻസ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് 26 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് കിട്ടേണ്ടത്. ആ ഒരു അളവ് മെഷർ ചെയ്തതിന് ശേഷം ബാലൻസ് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ഈ വീതിയുള്ള പട്ടയുള്ള മറ്റേ സൈഡിലായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മെഷർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റേ സൈഡിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. അത്രയും കൂടി കഴിഞ്ഞൊരു വേസ്റ്റ് ബാൻഡും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കേർട്ട് കംപ്ലീറ്റ് ആവും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്കേർട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ച് സ്കേർട്ടൊന്ന് ചുറ്റി വെച്ച് നോക്കിയിട്ട് നമുക്ക് ബാലൻസ് വേണ്ട, നമ്മുടെ വേസ്റ്റ് റൗണ്ടിലേക്ക് ബാലൻസ് വേണ്ട പ്ലീറ്റ്സ് മാത്രമാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് മാത്രം നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ ആ ഒരു കസവിൻ്റെ അടിയിലോട്ടായിട്ട് തള്ളി 2-3 പ്ലീറ്റ്സും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ കറക്റ്റ് വേസ്റ്റ് റൗണ്ടിലേക്കായിട്ട് ഈ പ്ലീറ്റ്സൊക്കെ ഇട്ടെടുത്തു. അതുപോലെ തന്നെ ലൈനിങ് കൂടി ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ ആ സ്ലിറ്റ് പോലെ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതുപോലെ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു കസവാണ് നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൈനിങ് കൂടിയും വെച്ചിട്ട് കട്ടിയുള്ള ക്യാൻവാസും കൂടി വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം നോർമലി നമ്മൾ സ്കേർട്ടിലൊക്കെ വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കുന്ന പോലെ പിടിപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ ഇത്രയും നല്ല കട്ടിയുള്ള നമ്മുടെ ബോട്ടത്തിൻ്റെ അടിയിലേക്ക് വെക്കുന്ന ആ ഒരു ക്യാൻവാസാണ് ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. 1.5 ഇഞ്ച് വീതിയിലാണ്. അപ്പോൾ നമ്മളിതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ അകംവശത്തായിട്ട്, അതായത് ചിത്രവശത്തായിട്ട് വെച്ചിട്ട് പുറത്തോട്ട് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇതുപോലെ തന്നെ നമ്മളൊരു മൽക്കോട്ടൻ്റെ സാരി വെച്ചിട്ട് ഒരു സ്കേർട്ടും ടോപ്പും കൂടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പിക്കും കൂടി അതിൽ കാണിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.